ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, കഷ്ടതയുടെ ദിനങ്ങളിൽ ദൈവം നിങ്ങളുടെ രക്ഷയ്ക്കായി എത്തും. നിങ്ങളിപ്പോൾ എത്ര വലിയ കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, ഇന്ന് ഈ ഒരു വചനം വഴി നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ രക്ഷയ്ക്കായി ദൈവമെത്തുന്ന ഒരു വചനമാണ്. നിങ്ങളുടെ നിയോഗം കർത്താവിന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖത്തിൽ കർത്താവ് കടന്നു വരും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക. കാരണം പ്രാർത്ഥനയുടെ കുറവ് മൂലമാണ് പല സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. പ്രാർത്ഥനയില്ലാതിരിക്കുമ്പോൾ പല പൈശാചിക പ്രവർത്തനങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അതിനാൽ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകൻ 2-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. എന്റെ ദൈവമേ, ഈ വചനത്തിന്റെ ശക്തിയാൽ ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ കഷ്ടപ്പാടിൽ അങ്ങ് എത്രയും വേഗം രക്ഷയ്ക്കായി എത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. എന്റെ ഈശോയെ, മനോഹരമായ സൂര്യോദയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുതിയ ദിനം ഞാൻ ആരംഭിക്കുന്നു. ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും അങ്ങയിൽ നിന്നുള്ള സമ്മാനമാണ്. നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല. ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായി ഈ ദിവസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ടെന്നും അതൊരിക്കലും എനിക്ക് നിരാശ നൽകുന്ന ഒന്നല്ല എന്നും ഞാൻ അറിയുന്നു. ഇന്നലെ വരെയുള്ള എന്റെ ദിവസങ്ങൾ പരാജയങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു. ഇന്ന് മുതൽ എല്ലാത്തിലും എനിക്ക് മാറ്റം നൽകണമേ പിതാവേ. പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ നിലനിർത്തുന്ന അങ്ങയുടെ ശക്തിക്കും എന്നെ നയിക്കുന്ന അങ്ങയുടെ ജ്ഞാനത്തിനും എന്നെ നിറയ്ക്കുന്ന അങ്ങയുടെ സമാധാനത്തിനും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു. പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ സങ്കടങ്ങളെ തുടച്ചു മാറ്റണമേ. സന്തോഷത്തിന്റെ നിറമുള്ള പുഷ്പങ്ങൾ എന്റെ ജീവിതത്തിൽ വിരിയിക്കണമേ. സ്വർഗസ്ഥനായ എന്റെ പിതാവേ, ഏക സത്യദൈവമായ അങ്ങയെയും
അവിടുത്തെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുവിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. മാലാഖമാർ നിങ്ങളെ സ്തുതിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവേ, നിന്റെ ശക്തി കൊണ്ട് സകല ദുഷ്ടതകളെയും താഴ്ത്തേണമേ. ദൈവം എന്റെ ഗോപുരവും എന്നോട് ദയയുമുള്ള ദൈവമല്ലയോ? എന്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകുന്നു. ഈ നിമിഷം നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക. കർത്താവേ, എന്റെ ശത്രുക്കൾ അസംഖ്യമാണ്. അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറഞ്ഞു. കർത്താവേ, അങ്ങാണ് എന്റെ രക്ഷാകവചവും എന്റെ മഹത്വവും. എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങ് എന്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു. ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ. മാധുര്യവാനും ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങ് എഴുന്നള്ളി വന്ന് ഞങ്ങളിൽ നിറയുക. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുക. അങ്ങേ സ്നേഹാഗ്നിയാൽ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ദിവ്യവരദാനങ്ങളാൽ സമ്പന്നമാക്കുകയും ചെയ്യുക. ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കാൻ സഹായിക്കുക. ആമേൻ. കർത്താവേ, കനിയണമേ. മിശിഹായേ, കനിയണമേ. കർത്താവേ, കനിയണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാവിന്റെ രൂപത്തിൽ
ഈശോയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പന്തക്കുസ്ത ദിവസം ശ്ലീഹാന്മാരുടെ മേൽ ആവസിച്ച് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ സാക്ഷികളാകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സഭയിൽ നിരന്തരം വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരിക്കണമേ. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ന്യായവിധിയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് സമൃദ്ധമായി ജീവൻ തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബുദ്ധിയുടെ ദിവ്യപ്രകാശമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിവേകത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മശക്തിയുടെ കതിരുകളേകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവഭയത്തിന്റെ പ്രദീപമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വാസത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രത്യാശയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സന്തോഷത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമാധാനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എളിമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സൗമ്യതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ.
ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മസംയമനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നന്മയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദയയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഐക്യത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വസ്തതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവമക്കളുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവകൃപയുടെ ഉറവിടമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വേദനകളിൽ ആശ്വാസമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യമായ പ്രകാശമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവന്റെ ഉറവയെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അഭിഷേകമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സന്തോഷമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അപ്പൊസ്തലന്മാരുടെ അധ്യാപകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തി കേന്ദ്രമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സകല വിശുദ്ധരുടെയും ആനന്ദമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കനിയണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും സകലത്തെയും പവിത്രീകരിക്കുന്ന ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് നിറയ്ക്കണമേ. അങ്ങ് ഉന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും ആത്മീയാഭിഷേകവുമാകുന്നു. അങ്ങ് പിതാവിന്റെ വാഗ്ദാനവും 7 വിധദാനങ്ങളോടും കൂടിയവനുമാകുന്നു. അങ്ങേ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിചാരങ്ങളിൽ നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവൃത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും സംശയങ്ങൾ അകറ്റാൻ വിശ്വാസവും ജീവിത നൈരാശ്യങ്ങളിൽ പ്രത്യാശയും മറ്റുള്ളവരിൽ അങ്ങയെ ദർശിക്കാൻ സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ ദൈവത്തോടും ഏകജാതനായ പുത്രനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.